ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൂട്ടീനാണ്. ഇപ്പോൾ എല്ലാ ദിവസത്തെയും രാവിലെകളെല്ലാം ഏകദേശം ഒരേ മോഡിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനിപ്പം 8th മന്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായി നമ്മൾ ലാസ്റ്റ് മന്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ ലാസ്റ്റാണ് കേട്ടോ എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ കുറച്ച് വെള്ളവും കുടിച്ച്, പല്ലൊക്കെ തേച്ചിട്ട് കുറച്ച് വെള്ളവും കുടിച്ച് 2 മുട്ടയും കഴിച്ചിട്ട് കുറച്ച് നേരം മുറ്റത്ത് ഇങ്ങനെ നടക്കും കേട്ടോ. ഇളം വെയിലൊക്കെ കൊണ്ട് നടക്കും. എല്ലാം പൂക്കളെല്ലാം ഒന്ന് നോക്കും, എന്തെങ്കിലും പുതിയ പൂ വിരിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം നോക്കും. പിന്നെ നമ്മുടെ വഴുതിനയും മുളകെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നോക്കും. നല്ലോണം കാഴ്ച നിൽപ്പുണ്ടേ, അതെല്ലാം നമുക്ക് വറവാക്കണം. 2-3 പ്രാവശ്യം പറിച്ചു കേട്ടോ, 1-2 എണ്ണമായിട്ട്. അതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ്. അപ്പോൾ അതൊക്കെ നോക്കി നടന്ന് അതിന് ശേഷം മാത്രമേ നീച്ചൂട്ടിനെ ഇപ്പോൾ എണീപ്പിക്കലുള്ളൂ. നമ്മൾ ഗാർഡനൊക്കെ ഇടുന്ന വീഡിയോ ഇട്ടതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കലുണ്ട് ഗാർഡൻ സെറ്റപ്പ് ആയോ എന്നുള്ളതൊക്കെ. ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട്. കുറച്ചും കൂടെ ചെടി വെക്കാനുള്ള സ്ഥലമുണ്ട്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കംപ്ലീറ്റ് ആയി. ഇനി എവിടെയും ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ല എന്നുള്ള രീതിക്കാണ്. അമ്മ ഇന്നലെ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന്, എൻ്റെ ടീച്ചറുടെ വീട്ടിൽ. അപ്പോൾ വരുമ്പം കുറച്ച് ഇലച്ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അത് വെള്ളത്തിൽ ഇറക്കി വെച്ചതാണ്. ഇന്ന് വൈകുന്നേരം അതും കൂടെ നടണം. ഇതെല്ലാം കൂടെ നട്ടാൽ തന്നെ കുറച്ച് വലുതാകുമ്പോഴേക്കും എല്ലാം കൺജസ്റ്റഡ് ആവും. അപ്പം നമ്മുടെ ഗാർഡൻ പരിപാടി നമുക്ക് അതുകൊണ്ടുകൂടി അവസാനിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോഴത്തെ വലിയൊരു ശല്യം എന്താണെന്ന് വെച്ചാൽ, ഈ അലക്കി ഉണക്കാനിട്ട തുണീൻ്റെ മുകളിൽ ഇങ്ങനെ കാക്ക വന്നിരിക്കുവേ. ഉണക്കി എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ കാൽപ്പാടും കാക്ക അപ്പിയിട്ട് വെച്ചതും എല്ലാം കാണുക. ഭയങ്കര ശല്യമാണ്, നിറച്ചുണ്ടാവും കേട്ടോ. രാവിലെ തന്നെ അമ്മ ചിലപ്പോൾ മുട്ടേൻ്റെ മഞ്ഞയും വെള്ളം വെച്ച് കൊടുക്കലെല്ലാം ഉണ്ട് കാക്കക്ക്. അതിന് പ്രത്യുപകാരമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് നമ്മളിങ്ങനെ ദ്രോഹിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ. ഇന്ന് രാവിലെ തന്നെ അരി ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. നമുക്ക് കൈക്ക് ചെറിയൊരു വേദനയുണ്ട്, അതുകൊണ്ട് പിന്നെ അമ്മ വേറെ ഒന്നും ആക്കാൻ നിന്നിട്ടില്ല. അരി ഉപ്മാവും മുട്ട റോസ്റ്റും ആക്കിയിട്ടുണ്ട്. ഒരു മുട്ടക്കറി പോലെ, മുട്ട സെപ്പറേറ്റ് ആയിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നീച്ചൂട്ടിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ എണീപ്പിക്കാൻ ഇപ്പോൾ കുറച്ച് പണിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉറക്കറിഞ്ഞപാട് പെട്ടെന്ന് എണീറ്റ് വരലുണ്ടായിന്. ഇപ്പം കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ആലസ്യത്തോടെ കിടന്നാൽ മാത്രമേ എണീക്കുള്ളൂ. ഞാൻ അലാറം വെച്ചിട്ട് നോക്കി. ഞാൻ നീച്ചൂട്ടിയോട് പറഞ്ഞു ഞാൻ അലാറം വെക്കും, അലാറം അടിക്കുമ്പോൾ മോള് ഒറ്റക്കന്നെ ഓഫാക്കിയിട്ട് എണീക്കണമെന്ന്. ഒരു ദിവസം കറക്റ്റായിട്ട് എണീച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ കണ്ട് അലാറം എണീറ്റ് ഓഫാക്കിയിട്ട് അവിടെ തന്നെ കിടക്കുന്നത്. അപ്പോൾ അത് ഏതായാലും ഫെയിലായിട്ടുണ്ട്. എണീച്ച് ഓഫാക്കും വേഗം. അങ്ങനെ എങ്ങനെയല്ലോ കൂടെ നിച്ചുവിനെ എണീപ്പിച്ചിട്ട് ബാത്റൂമിലേക്ക് വിട്ടിട്ടുണ്ട്. ഇനി ബാക്കി പല്ല് തേപ്പും പരിപാടികളെല്ലാം ഉണ്ട്. ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ അതൊരു റുട്ടീനായിട്ടാണ്. നിച്ചുവിന് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരും, എൻ്റെ പല്ലേക്കും, പിന്നെ കുറച്ച് നേരം ടോയ്ലറ്റിലിരിക്കും, കുളിക്കും, ഫുഡ് കഴിക്കും. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യിപ്പിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്താൽ വേഗം അങ്ങ് തീരുകയും ചെയ്യും. ഫുഡ് കഴിക്കാൻ ഒരുപാട് സമയം എടുക്കും രാവിലെ തന്നെ. അതുകൊണ്ട് പണിയാണ്. അങ്കൻവാടി പോകാനാകുമ്പോഴേക്ക് നമുക്ക് ഫുഡെല്ലാം കൊടുത്ത് സെറ്റ് ആക്കണമല്ലോ. ഇനിയിപ്പോൾ സ്കൂളിലും പോകാനായില്ലേ, അതുകൊണ്ട് ഫുഡെല്ലാം കുറച്ച് മാക്സിമം വേഗം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാലും ലെവലായിട്ട് വരുന്നതേ ഉള്ളൂ. അരിയുപ്മാവ് ആയതുകൊണ്ട് തന്നെ നീച്ചുട്ടിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ പറഞ്ഞു പത്തലോ എന്തെങ്കിലും ആക്കിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്തലാക്കാമെന്ന് വിചാരിച്ച് ചോദിക്കുമ്പോൾ പറഞ്ഞു വേണ്ട, എനിക്ക് അരിയുപ്മാവാണ് വേണ്ടതെന്ന്. നമ്മൾ കഷ്ടപ്പെട്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കൊടുത്ത് നോക്കാം, എന്നാൽ തിന്നുന്നുണ്ടെങ്കിലായില്ലേ, ആക്കണ്ടല്ലോ. അവിടെ നിച്ചുവിൻ്റെ ടിഫിനിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ വേറിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും എന്തെല്ലോ കഥയെല്ലാം പറഞ്ഞ് തിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അംഗനവാടി പോകുമ്പോൾ തിന്നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ വിടലേ ഇല്ല, എന്തെങ്കിലും എല്ലായിട്ട് തിന്നിപ്പിക്കും. പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും, വിശക്കോ ആടെ എത്തിയിട്ട് ഇനി എന്താവും, ക്ഷീണമാവോ, അങ്ങനെയെല്ലാം ഉള്ള ടെൻഷനായിരിക്കും. അതുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ആയിട്ട് വയറ്റിലെത്തിച്ചിട്ട് എപ്പോഴും വിടലുള്ളൂ. വേണ്ട, അത് വൈകുന്നേരം നമുക്ക് വന്നിട്ട് കളിക്കാം. അങ്ങനെ നമ്മൾ
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മഹായുദ്ധം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നീച്ചുട്ടിനെ ഒരുക്കാൻ വേണ്ടി പോവുകയാണ് അംഗനവാടിയിലേക്ക്. കുളിപ്പിക്കലേട്ടനാണ്. ഇപ്പോൾ എനിക്ക് കുളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിയെല്ലാം സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏട്ടൻ വേഗം കുളിപ്പിച്ച് തരും. എന്നിട്ട് ഞാൻ ഫുഡ് കൊടുക്കും. അങ്ങനെയല്ലാണ് ഇപ്പോഴത്തെ റുട്ടീൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നീച്ചുട്ടിന് റെഡിയാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബെഡിലേക്ക് ഇട്ടു വിട്ടാൽ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഓരോന്നായിട്ട് സെറ്റാക്കാമല്ല. കാര്യമായിട്ട് ഒന്നും ചെയ്യിപ്പിക്കലില്ല. ആ പൊട്ട് തൊട്ട് കൊടുക്കൽ ഞാൻ സ്റ്റിക്കർ പൊട്ട് തൊടാൻ തുടങ്ങിയിട്ടില്ല. അത് ചിലപ്പോൾ വീണ് പോവുകയും ചെയ്യും, ചിലപ്പോൾ നീച്ച് പറിച്ച് കളയും. അതുകൊണ്ട് കൺമഷി പൊട്ടാൻ തൊടിയിച്ച് കൊടുക്കുക. പണ്ടേ നിച്ച് കുഞ്ഞുമാവി ഉണ്ടാകുമ്പേ ആക്കിയ കൺമഷിയാണ് ഒരു ഡബ്ബയിലെ. അതിന് കൺമഷിക്ക് പൗഡറും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൺമഷി ഇല്ലേ, അത് തന്നെയാണ് ഇപ്പോൾ നിച്ചുവിന് പൊട്ടായിട്ട് തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും പിന്നെ വളയും മാലയും മുടി കെട്ടാനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് ഏകദേശം മാച്ചിങ് ആക്കിയിട്ട് അങ്ങനെ എടുത്തിടും. എന്നിട്ട് ഫുള്ള് സെറ്റാക്കും ഒരുമിച്ച്. നമുക്കൊരു മുഖത്ത് തെളിച്ചില്ലല്ലോ, ഒരു ഉറക്കം പോലെ ഉറക്കം വരുന്നുണ്ടോ. ഇതെല്ലാ ദിവസമുള്ള ചടങ്ങാണ്. നിച്ചുട്ടി റെഡിയായ ശേഷം കുറച്ച് പൗഡർ എടുത്തിട്ട് പോയിട്ട് അച്ചക്ക് ഇട്ട് കൊടുക്കും. എല്ലാ ദിവസവും ഇത് ചെയ്യണം. സുന്ദരനാക്കിയാ ആ വാ നടക്ക കുറച്ചിട്ടാ ശരിക്കിട. തരാ ടാറ്റ പറയടി. 10 മണിയാകുമ്പോഴേക്കും നിച്ചുട്ടി അംഗനവാടി പോയി. അപ്പോഴേക്ക് അച്ഛനും ഏട്ടനും ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. താലോലി വറവാക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇട്ടിട്ടുണ്ട്. അച്ഛൻ മുറിച്ച് തന്നിട്ടുണ്ടായിനി. ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ നല്ലോണം ഹെൽപ്പ് ചെയ്യട്ടെ. എൻ്റെ കാര്യത്തിനായാലും അമ്മേനെ ആയാലും എല്ലാം ഹെൽപ്പ് ചെയ്യും. അതൊരു വലിയ ഭാഗ്യമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് കുറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എനിക്കധികം അമ്മേനെ സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനുള്ളതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനമാണ്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയല്ലേ. അപ്പം ആ സമയം കൊണ്ട് ചായയും റെഡി ആയിട്ടുണ്ട്, വറവും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കാരണം എനിക്ക് ഈ സൈഡിൽ കിച്ചണിൽ അധികം നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡാവുന്നു. നല്ല ചൂടുമല്ലേ നമുക്ക് ഈ ഒരു സൈഡിൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്തെങ്കിലും ചെയ്താൽ തന്നെ കുറച്ച് നേരം അങ്ങനെ തന്നെ കിടന്നു പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. എൻ്റെ കുളിയും എല്ലാം ബാക്കിയുണ്ട്. അത്രേ കുറച്ച് നേരം ക്ഷീണം പിടിച്ചിട്ട് ഒരു അരമണിക്കൂറോളം മിണ്ടാണ്ട് കണ്ണും അടച്ച് അങ്ങനെ കിടന്നു. ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നേ കുറച്ച് ചടങ്ങുകളുണ്ട് കേട്ടോ. അവിടെ കിടന്നിട്ട് നല്ലോണം ക്ഷീണം പിടിച്ചു പോയി. ഇനിയിപ്പോൾ കുളിച്ചാലാണ് കുറച്ചൊന്ന് ആശ്വാസമാവല്ലേ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് എൻ്റെ കഴുത്തിനെല്ലാം ഭയങ്കര കറുപ്പുണ്ട്, ഭയങ്കര ചൊറിച്ചൽ, ഡ്രൈനെസ് എന്നെല്ലാം പറഞ്ഞിട്ടേ. അപ്പോൾ കാഞ്ഞങ്ങാടുള്ള ഒരു ആയുർമഠം എന്നുള്ള ഒരു ആയുർവേദ ക്ലിനിക്ക് ഉണ്ട്. അവർ പോസ്റ്റ് നാറ്റലും പ്രീ നാറ്റലും, അതായത് നമ്മുടെ പ്രസവരക്ഷയൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്, ഡോക്ടർ ശാരിക എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടറുടെയാണ് ക്ലിനിക്ക്. അപ്പോൾ അവരെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇത് ഈ ഒരു പൊടി, ഇത് നമ്മൾ കഴുത്തിന് ഇട്ട് കഴിഞ്ഞാൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയോളമായി ഏകദേശം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് ശേഷമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ആ ചൊറിച്ചൽ മൊത്തമായിട്ട് പോയിട്ടുണ്ട്, അത്യാവശ്യം പിഗ്മെന്റേഷനും എല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു പൊടി അത് തേച്ചിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ കുളിക്കുന്നത്. അപ്പൊ ഞാൻ തേക്കുന്നത് തൈരിലാണ് കേട്ടോ. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തൈരിൽ, അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടറിൽ അല്ലെങ്കിൽ തക്കാളി നീരിൽ. അത് ഡോക്ടർ പറഞ്ഞിട്ട്, ഡോക്ടർ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ ചോദിച്ചിട്ട് പറയും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതിയേ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് സ്കിൻ റിന്യൂവൽ ഓയിൽ. ഇത് മെയിനായിട്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെച്ച് മാർക്കെല്ലാം ഉണ്ടാവുമല്ലോ വയറിന്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറക്കാനും അതുപോലെ മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാം. ഇതാണ് ഓയിൽ. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ട് എനിക്ക്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ബോട്ടിൽ ഇപ്പോൾ ഏകദേശം പകുതി ആവാനായിട്ടുണ്ട്. 2 ബോട്ടിലാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആയുർമഠമാണ് പ്രസവരക്ഷയൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ്, ഡോക്ടർ ശാരികി. അവരുടെ ടീമും മൊത്തം ഉണ്ട്. വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് ചെയ്തു തരും. നമുക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പിഗ്മെന്റേഷൻ കുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അതുപോലെ സ്ട്രെച്ച് മാർക്ക് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്തായാലും വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഈ ഡോക്ടറെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ആയുർമഠത്തിന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിലോ അതുപോലെ പ്രസവരക്ഷയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ, കാഞ്ഞങ്ങാടാണ്. പക്ഷെ അവരെല്ലായിടത്തും ഓൾ കേരള സർവീസ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് തേക്കട്ടെ.
കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് തൈരും കൂടി എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പരക്കി കൊടുക്കാം. ഇത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ. ശരി, ഞാൻ ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ എന്നെല്ലാം വിചാരിച്ചതാണ്. ഭയങ്കര ചൊറിച്ചല് രാത്രിയെല്ലാം, ഈ ചൂട് കാരണമായിരിക്കും, വേർപ്പെല്ലാം നിൽക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചലായിട്ട്. അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണിക്കുമ്പോൾ എന്തായാലും ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് റെഡിയായി നിന്നതാണ്. അപ്പോൾ ആണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒരു 5 ദിവസം എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇത് ഞാനൊന്ന് തടട്ടെ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത തൈരിൽ മിക്സ് ചെയ്തിട്ട് ഇത് തടമുണ്ടല്ലോ, അതൊരു തണുപ്പും കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ് കേട്ടോ. പിന്നെ ആ ഓയിലായാലും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് തടവിച്ച് കുളിക്കുന്ന സമയത്ത്. ഡോക്ടർ നല്ല കമ്പനിയാണ്, വിളിച്ചിട്ട് നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് നമ്മളെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രസവരക്ഷ ചെയ്യാനും അല്ലെങ്കിൽ ഈ പ്രോഡക്ട്സ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ കഴുത്തിന് തേച്ചേ. ഇനി ഈ ഓയിലും കൂടെ ഒന്ന് മേത്തെല്ലാം തേക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കുളിക്കട്ടെ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് കുളിച്ചപ്പോൾ തന്നെ കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ. കുഴമ്പെല്ലാം തേച്ച് കുളിക്കുമ്പം ഉണ്ട് ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. എന്നാലും ചൂടിന് ഒരു കുറവുമില്ല. മിനിയാന്ന് രാത്രി നമുക്ക് ഭയങ്കര ഇടിയും മിന്നലും മഴയെല്ലാം ഉണ്ടായിനെ. ഇന്നലെ ഒരു 1:30-2 മണിയാകുമ്പോൾ ഇങ്ങനെ ചെറുപടാ വീഴുന്ന വെച്ച കേട്ടിന്, മഴ വീഴുന്ന വെച്ച അത്ര 2 മഴ. പിന്നെ അന്നൊരു മഴയും കിട്ടി, 3 മഴ ആകെ കിട്ടിയിട്ടില്ലോ. അപ്പം അത്രയും ചൂടുള്ള ദിവസമാണ് മഴ പെയ്യൽ. അപ്പം ഇന്നലെ പെയ്തതിൻ്റെ കുറച്ചൊരു ഇങ്ങനെ കാണാനുണ്ട്. വലിയ വെയിലും ഇല്ല, എന്നാൽ മഴയും ഇല്ല. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇന്നുള്ളത്. നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് ഓടിച്ചാടി നടന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒന്നും അങ്ങനെ ഹരിബറിയായിട്ടൊന്നും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പൊതുവേ അറിയാമല്ലോ, ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ആയാലും ഭയങ്കര ചെറുപട എല്ലാം തീർക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു നമുക്ക്. ഇപ്പം അമ്മക്കും വയ്യാത്ത ദിവസമാണ് ഭയങ്കരമായിട്ട് സങ്കടമാവുക. അമ്മക്ക് ഇന്നും നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടേ ഇല്ല, തീരെ ഉറക്കം കിട്ടിയിട്ടില്ല പോലെ, എന്തോ കൈവേദനയെല്ലാം ആയിട്ട്. അതുകൊണ്ട് ഇന്ന് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അമ്മക്ക് ക്ഷീണമുള്ള ദിവസം എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് കിച്ചണിൽ അധികം സഹായിക്കാനും പറ്റുന്നില്ല, ഞാനും ടയേർഡായി പോകുന്നു. അങ്ങനെയുള്ള ദിവസം എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പൊതുവേ നമുക്ക് അമ്മമാർക്ക് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ കുഴപ്പമില്ല, ദൈവം സഹായിച്ച് ഒരു മാസം കൂടെ ആകുമ്പോൾ നമ്മളെ വാവ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ. അതും കൂടെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം പഴയ പോലെ സെറ്റാക്കാം. ഇന്നാളൊരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിനെ, ചേച്ചി താലി മാറ്റിയോ പുതിയതാണോ ചോദിച്ചിട്ടുണ്ടായിനെ. മാറ്റിയിട്ടൊന്നുമില്ല, ഇത് ഏട്ടൻ്റെയാണ് കേട്ടോ, ഏട്ടൻ്റെ പഴയ ഒരു മാലയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടെ. ഞാനിപ്പോൾ മറ്റേ കഴുത്തിന് ഇതെല്ലാം തടന്നുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് അയച്ചു വെക്കേണ്ടി വരില്ല മാല. അപ്പോൾ എൻ്റെ ചെറിയ മാലയാകുമ്പോൾ എനിക്ക് കഴുത്തിലൂടെ അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് കഴുത്തിൽ അയച്ചു വെക്കുകയും ചെയ്യാം, പെട്ടെന്ന് വേണമെങ്കിൽ ഇടുകയും ചെയ്യാമല്ലോ. ഉറങ്ങുമ്പോൾ ആയാലും എല്ലാം അയച്ചു വെക്കാമല്ലോ. അതുകൊണ്ട് കുറച്ച് നീളത്തിലുള്ള ഈ ഒരു മാല എടുത്തിട്ടതാണ്. പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ കുളി കഴിഞ്ഞാൽ മെയിൻ പരിപാടി സിനിമ സെർച്ച് ചെയ്യലാണ് കേട്ടോ. യൂട്യൂബിലോ പ്രൈമിലോ ഹോട്ട്സ്റ്റാറിലോ എങ്ങാനും എന്തെങ്കിലും സിനിമ ഉണ്ടോ നോക്കും, എൻ്റെ അമ്മേനെയും പിടിച്ചിരുത്തും, നമ്മൾ രണ്ടാളും കൂടെ സിനിമ കാണും. ഇത് തന്നെയാണ് കേട്ടോ എല്ലാ ദിവസത്തെയും പരിപാടി. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ടായി ഞാൻ, അപ്പോൾ അതും കൂടെ കഴിച്ചുകൊണ്ടാണ് കാണുന്നത്. അങ്ങനെ തപ്പി നാരായണീൻ്റെ 3 ആൺമക്കൾ അങ്ങനെ ഒരു സിനിമ കാണുന്നുണ്ട്. അത് ഇന്നാളെ കണ്ടു ഞാൻ, പിന്നെ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ വെച്ചിട്ടുണ്ടായിട്ടാ. പിന്നെ ഇന്ന് പെറുതിയിട്ട് വേറെ ഏതും കാണുന്നില്ല. അതുകൊണ്ട് ഏതായാലും അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനും അമ്മയും കൂടിയാണ് കാണുന്നത്. ഏതായാലും നമ്മൾ സിനിമ കണ്ട് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ ബെഡ്ഷീറ്റുകൾ കണ്ടിട്ടുണ്ടാവുക, രാവിലെ നിച്ചിട്ടിന് എണീപ്പിക്കുമ്പോൾ നല്ലൊരു യെല്ലോ കളറാണ്. ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ, പക്ഷെ നല്ല കളറും നല്ല ക്വാളിറ്റി ഉണ്ട്. 2 പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തേ, മീഷോന്നാണേ വാങ്ങിച്ചേ. അപ്പം ഇന്നിപ്പോൾ 2 കൊറിയറും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്താലും അതും കൂടെ കാണിക്കാന്നേ. ഇതാണ് ഒന്ന്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇതും എല്ലാം 500 രൂപയിൽ താഴെ തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പ്രിന്റും ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള കളറും എല്ലാം എലാസ്റ്റിക് ഉള്ള ബെഡ്ഷീറ്റാണ്. അപ്പം ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യൂതാ. നമ്മൾ ബെഡിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുക്കിച്ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല ഫിറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഭയങ്കര റിവ്യൂ കണ്ടിട്ട് മേടിച്ചാണ്. ഇതിനെല്ലാത്തിനും കുറേ വന്നിട്ട് റിവ്യൂ, 1000 കണക്കിന് റിവ്യൂ, 4 സ്റ്റാർ എബോവ് ഉണ്ട് കേട്ടോ. ഇതിന് 200 സംതിങ് ആണ് പൈസ, പക്ഷെ ഭയങ്കര റിവ്യൂ. അപ്പോൾ ഏതായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ്. നല്ല കളറ്, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ഇത് എലാസ്റ്റിക് അല്ലേ, ഇത് നോർമൽ ബെഡ്ഷീറ്റാണ്. 200 സംതിങ്ങേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ പില്ലോ കവർ വരുന്നത്. വൈറ്റിലാണ് പില്ലോ കവർ വരുന്നത്.
അപ്പോൾ ഇത് ഒന്നും കൂടി ഉണ്ടായിരുന്നു, ഒരു ബ്ലൂവും. ഞാൻ ഇത് ഒപ്പരം ഓർഡർ ചെയ്തതാണ്, ഒരു ബ്ലൂവും കൂടി ഉണ്ട്, അത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻസിലും കൊടുക്കാം, ബെഡ്ഷീറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താലും മേടിക്കാൻ പറ്റും കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി. ഒന്ന് ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറേ ആയി, ഒരു 3-4 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. മീഷോയിൽ ബെഡ്ഷീറ്റ് ശരിക്കും കൊള്ളാം കേട്ടോ. പണ്ടെല്ലാം മേടിക്കുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവലുണ്ട്, പക്ഷെ ഇപ്പോൾ ഇല്ല. ഇപ്പം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് 500 രൂപയിൽ താഴെയായിട്ട് കിട്ടുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം മേടിക്കുമ്പോൾ എന്തായാലും ഒരു 1000-ൻ്റെ അടുത്ത് ഉണ്ടാവും നല്ലൊരു ബെഡ്ഷീറ്റ് മേടിക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഒരു തൽക്കാല ആവശ്യങ്ങൾക്കെല്ലാം ഇത് മതിയാവും. അപ്പോൾ ലിങ്ക് ചെയ്താലും ഞാൻ കൊടുക്കേ. അതുപോലെ മീഷോയിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട്. ഞാനിത് ബുക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതലാണ് സെയിൽ തുടങ്ങിയത്. അപ്പം ഒരു 100 രൂപേൻ്റെ എല്ലാം വ്യത്യാസം ഉണ്ടായി. പിന്നെ ആദ്യം ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നിന്ന് വിടുകയും ചെയ്തു പ്രൊഡക്റ്റ്. പിന്നെ ആദ്യം ക്യാൻസൽ ചെയ്താക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടു. നിച്ചുട്ടിക്ക് ടീഷർട്ടും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കോംബോ ആയിട്ട് 4-5 വരുന്ന സെറ്റെല്ലാം എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുക്കേ. നല്ലുണ്ട് സംഭവം, സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പം എന്തായാലും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.